ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിനെക്കുറിച്ചും നമ്മുടെ പോക്കും വരവും എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പം നമ്മുടെ ഡാൻസ് ഐറ്റംസ് ഒന്നും സാധാരണ ഞാൻ വീഡിയോയ്ക്കകത്ത് മൊത്തമായിട്ട് ഉൾപ്പെടുത്താറില്ല. ഇവർ കുട്ടികൾ മാത്രം കളിക്കുന്നത് മാത്രമാണ് ചിലപ്പോഴൊക്കെ വീഡിയോസ് ഇടാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ പാട്ടുകളും കോപ്പിറൈറ്റ് ആണ് കേട്ടോ. നമുക്കതുകൊണ്ട് പാട്ട് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഇവർ കളിക്കുന്നത് തന്നെ ഗണപതിസ്തുതിയാണ്. ഈ പാട്ട് ഞാൻ ആദ്യമേ ഈ പാട്ട് മാത്രമായിട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് കോപ്പിറൈറ്റ് അടിച്ചു. അതോടെ ഞാനത് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ മനസ്സിലാവുമല്ലോ. നമ്മുടെ രാജു സാറാണ് നടുക്കുനിന്ന് കളിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയാൻ സാധിക്കും നമ്മുടെ സാറിനെ. നമ്മുടെ കൂടെയുള്ള അശോകും ഷിജിനും എന്ന് പറഞ്ഞ മറ്റ് 2 പയ്യന്മാരാണ് അവർ കളിക്കുന്നത്. പിന്നെ നമ്മുടെ സീനിയേഴ്സിലെ നിഖില, ശ്രീമയി, സായി, അഞ്ജലി, ഇവരിത്രയും പേരാണ് ആദ്യത്തെ ഗണപതി സ്തുതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഓരോ വർഷവും നമ്മുടെ ഐറ്റങ്ങൾ മാറും കേട്ടോ. ഗണപതി സ്തുതി തന്നെ ആണെങ്കിലും നമ്മുടെ ഐറ്റങ്ങൾ മാറും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗണപതി സ്തുതി ഇതല്ലായിരുന്നു, ശ്രീവിഘ്നരാജൻ ഭജി അതായിരുന്നു. ഈ പ്രാവശ്യം നമ്മുടെ പാട്ട് വേറേതാണ് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഡാൻസ് ഇഷ്ടമായോ? പാട്ട് ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഡാൻസ് ഇഷ്ടമായോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് തരണം കേട്ടോ. ഞങ്ങളുടെ ഓർണമെൻറ്റ്സ് അതുപോലെ ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓരോ വർഷവും ഞങ്ങളുടെ ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഈ വർഷത്തെ ഡ്രസ്സാണ് കേട്ടോ. ഈ വർഷം ഞങ്ങൾ സെലക്ട് ചെയ്ത ഡ്രസ്സാണിത്. സ്വന്തമായിട്ട് വാങ്ങിക്കുവാണ് ഓരോരുത്തരും. ഇത് റെൻ്റൽ ഡ്രസ്സ് അല്ല, നമ്മൾ വാങ്ങിക്കുന്നതാണ്. ഓരോ വർഷവും നമ്മുടെ ഉത്സവ പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഓർണമെൻറ്റ്സ് ആയാലും അതുപോലെ ഡ്രസ്സായാലും നമ്മൾ വാങ്ങിക്കുകയാണ്. റെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് കേട്ടോ. നമുക്ക് എങ്ങനെ പോയാലും ഒരു വർഷം 10-20 പ്രോഗ്രാമുകളിൽ കൂടുതൽ കാണും. 20 അല്ല, അത് കൂടുതൽ പ്രോഗ്രാം കാണും. അപ്പോൾ നമുക്ക് റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ കുറച്ച് ക്വാളിറ്റിയുള്ള ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ ഒരു ഡ്രസ്സിന് നമുക്ക് 1000 രൂപയൊക്കെ റെൻ്റ് ആകാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡാൻസ് സ്കൂളിൻ്റെ ഇപ്പോൾ മൈരോ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് ഇട്ടല്ല നമ്മളെല്ലാ ഡാൻസും കളിക്കുന്നത്. നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ചിങ് ഉണ്ട്. 1, 2, 3 ഒക്കെ നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ കോട്ടയം പൂഞ്ഞാറ് കളിച്ച ഡാൻസിൻ്റെ ആണ്. ചില സ്ഥലങ്ങളിൽ, അതായത് 1.5 മണിക്കൂർ പ്രോഗ്രാമേ ഉള്ളൂ, ചിലപ്പോൾ 1 മണിക്കൂർ പ്രോഗ്രാമൊക്കെയാണ് നമ്മൾ ഗസ്റ്റ് കളിക്കാനൊക്കെ വിളിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ 2 ഡ്രസ്സ് മാത്രമേ അവിടെ ചേഞ്ച് ആക്കാറുള്ളൂ. എല്ലാ ഡ്രസ്സും ഒന്നും അവിടെ മാറി ഉപയോഗിക്കാറില്ല കേട്ടോ. കാര്യം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്. അത്ര ഐറ്റംസ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ടൈമിൽ ഡ്രസ്സ് മാറി മാറി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാര്യം ഒരു ഡ്രസ്സ് മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ചുരിദാറൊക്കെ എടുത്തിരുന്ന പോലെ അല്ല, ഇതിന് ഒരുപാട് ബാക്ക് ഷീറ്റ്, ഫ്രണ്ട് ഷീറ്റ്, അതുപോലെ ബ്ലൗസും മറ്റു പാവാട എല്ലാം മാറേണ്ടി വരും. അപ്പോൾ അത്രയും ഒരു ടൈം എടുക്കും. ആ ഒരു ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിലാണ് നമ്മൾ ഡ്രസ്സ് മാറുന്നത്. എന്തായാലും നമ്മൾ 2 ഡ്രസ്സെങ്കിലും മാറാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ കോട്ടയത്തെ പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പോൾ നമുക്ക് 5:30-ക്കായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ 5:30 ടൈമിലൊന്നും നമുക്ക് ഈ സമയത്തൊന്നും ആരും എത്താറില്ലല്ലോ. അതുകൊണ്ട് 6 മണി കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം തുടങ്ങിയത്. നമ്മുടെ രണ്ടാമത്തെ ഡാൻസ് വെങ്കടാചലപതിയാണ്. നമ്മുടെ ജൂനിയേഴ്സ് അവരാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതാണ്ട് വെങ്കടാചലപതിയുടെ പാട്ടാണ്. നിങ്ങൾക്ക് പാട്ട് യൂട്യൂബിൽ നോക്കി കാണാൻ സാധിക്കും. ഇവരുടെ ഒരു പെർഫെക്ഷനും ആ ഒരു ആ ഒരു എനർജി നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. നല്ല അടിപൊളി, നല്ല എനർജി ആയിട്ടാണ് കേട്ടോ ഇവർ കളിക്കുന്നത്. ഭയങ്കര ഇതായിട്ടാണ് കളിക്കുന്നത്. ഇത് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഡ്രസ്സാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വാങ്ങിയൊരു കോസ്റ്റ്യൂമാണിത്. ഓറഞ്ചും നീലയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കളിക്കുന്ന കാണാനായാലും. ആ ഡ്രസ്സ് ഭയങ്കര പെർഫെക്ഷൻ ഉള്ളതാണ്. ഇപ്പം നമ്മൾ വാങ്ങിയ ഡ്രസ്സ് നമുക്ക് ഈ സ്ഥലത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളത് കഴിഞ്ഞ് പുത്തൂരി കളിച്ചപ്പോഴാണ് നമുക്ക് ആ ഡ്രസ്സ് കിട്ടിയത് കേട്ടോ. ഞങ്ങളുടെ വെങ്കടാചലപതി ഐറ്റം, അതുപോലെ മാവേലി, ചന്ദ്രചൂഡ, പമ്പ ഗണപതി, ദേവാശ്രീ ഗണേശ, ദും ചിന്നക്കണ്ണൻ, അങ്ങനെ കുറച്ച് ഐറ്റങ്ങളാണ് നമുക്കുള്ളത്. മുരുകൻ, ഇങ്ങനെ കുറച്ച് ഐറ്റങ്ങളാണ് നമുക്കുള്ളത്. എല്ലായിടത്തും നമ്മൾ എല്ലാ ഐറ്റങ്ങളും കളിക്കാറില്ല. ഇവിടെ നമ്മൾ കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്കടാചലപതി കളിച്ചിട്ടുണ്ട്. അതിവിടെ മാവേലി കളിച്ചില്ല. മാവേലി കളിക്കാനുള്ള എല്ലാ കുട്ടികളും നമ്മൾ ഈ പ്രോഗ്രാമിന് എത്തിയിട്ടില്ല കേട്ടോ. കാര്യം ദൂരം ആയതുകൊണ്ട് തന്നെ 2 ദിവസത്തെ മെനക്കേടുള്ളത് കൊണ്ട് തന്നെ ആരും അങ്ങനെ വലുതായിട്ട് എത്തിയിട്ടില്ല. കാര്യം തിരിച്ച് നമ്മൾ എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, തലേദിവസമല്ല, ഇന്ന് രാവിലെ നമ്മൾ 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നത് പിറ്റേ ദിവസം ഒരു 3 മണിയോളമൊക്കെ ആയിട്ടാണ് നമ്മൾ തിരിച്ചത്. അപ്പം കുട്ടികളുടെ പഠിത്തം ആയാലും മറ്റു കാര്യങ്ങളും എല്ലാം ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ കഴിവതും കുറച്ച് ആളുകളൊക്കെ അങ്ങ് ഒഴിയും. അപ്പോൾ നമ്മുടെ ഗ്യാങ് എപ്പോഴും എല്ലായിടത്തും കാണാറുണ്ട് കേട്ടോ. അതിൽ കുറച്ച് പേര് അങ്ങ് ഒഴിയും. പുതിയ കുട്ടികൾ കുറച്ച് പേര് അങ്ങ് ഒഴിയും. ഞാൻ സൂം ചെയ്ത ആച്ചുവിനെയാണ് കേട്ടോ. ആച്ചുവിനെ പലരും ചോദിക്കാറുണ്ട്, ഇന്നത്തെ രുദ്ര എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാനത് സൂം ചെയ്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അപ്പോൾ എല്ലാവരും ഒരേ കോസ്റ്റ്യൂമിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് പോലും ചില സമയത്ത് അറിയാൻ സാധിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചത്. കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ സൂം ചെയ്ത് അവളുടെ വീഡിയോ ഇടാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഞങ്ങളുടെ കോസ്റ്റ്യൂം, ഞങ്ങളുടെ ഡ്രസ്സ്, ഞങ്ങളുടെ മേക്കപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വേണം നമുക്ക്. അപ്പോൾ ഞങ്ങളുടെ ഡാൻസിന് ഞങ്ങളുടെ കോസ്റ്റ്യൂം ആയാലും ഞങ്ങളുടെ ഓർണമെൻറ്റ്സും ഞങ്ങളുടെ ഡ്രസ്സും ഒക്കെ ഞങ്ങൾക്ക് ചൂസ് ചെയ്ത് തരുന്നത് രാജു സാർ തന്നെയാണ്. ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല ഇതൊന്നും എടുക്കുന്നത്. ഒരു വളയായാലും ഒരു മാലയായാലും ഒരു ഹെഡ്സെറ്റ് ആയാലും എല്ലാം തന്നെ ചൂസ് ചെയ്യുന്നത് രാതുലാണ്. ഓരോ പ്രോഗ്രാം വരുമ്പോഴും രാതുൽ പറയും കേട്ടോ, ഇന്ന ഡ്രസ്സ് ഇന്ന ഓർണമെൻറ്റ്സ് ആണെന്ന്. അപ്പം ഞങ്ങളിപ്പം പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട് 3-4 വർഷത്തോളം അവറായി. അപ്പോൾ അത്രയും ടൈം കൊണ്ട് തന്നെ രാതുലാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്ന ഇവരുടെ അരങ്ങേറ്റത്തിന് തൊട്ട് മുമ്പ് ഒരു കൃഷ്ണൻ്റെ, അതായത് മുകുന്ദ മുകുന്ദ എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസാണ് നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്നത്. ആ ഡാൻസ് തൃക്കോയിക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിലായിരുന്നു ഫസ്റ്റ് ഡാൻസ്. അതായിരുന്നു കേട്ടോ നമ്മുടെ മുകുന്ദ മുകുന്ദ എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസായിരുന്നു. സൂപ്പറായിരുന്നു. അതിനകത്ത് 3 കൃഷ്ണന്മാരും 3 രാധമാരുമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയൊരു പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മുടെ അരങ്ങേറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ആ വർഷം തൊട്ടുള്ള ഉത്സവ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെല്ലാ പ്രോഗ്രാമിനും ഉണ്ട്. ഒരു പ്രോഗ്രാമിന് പോലും നമ്മളായിട്ട് ഒഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ രാവിലെ പ്രോഗ്രാം ചെയ്യുന്ന അത് കഴിഞ്ഞിട്ട് എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വെങ്കടാചലപതിയുടെ ലാസ്റ്റ് ഒരു ഇതാകാറായി. നല്ല അടിപൊളി ഒരു ഡാൻസാണ്. 8-8.5 മിനിറ്റ് 9 മിനിറ്റോളം ഉള്ളൊരു ഡാൻസാണ് കേട്ടോ. 10 മിനിറ്റുള്ള കലോത്സവ ഗ്രൂപ്പ് ഐറ്റമാണ്. രാവിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ല ഐറ്റങ്ങളും നല്ല സ്പീഡും എനർജിയും ഒക്കെ ഉള്ള ഐറ്റങ്ങളാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് രുദ്രയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. കാണുന്നവർക്കറിയാം രുദ്രയാണ് കളിക്കുന്നത്. അവൾക്ക് കൊച്ചിലെ തൊട്ട് എക്സ്പ്രഷൻ ക്യൂൻ എന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ വളർന്നു വരുമ്പോഴത്തേനും എക്സ്പ്രഷനൊക്കെ പോയി വരികയാണ്. എക്സ്പ്രഷൻ കൂടി കുറഞ്ഞു. നല്ല ചിരിയാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ചിരിയൊക്കെ മാറി ഇപ്പോൾ ഒരുമാതിരി ആക്കി ചിരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓരോ ഡാൻസിനും ഈ പൂക്കൾ പോലും വെക്കുന്ന രീതി പോലും നമ്മൾ ഓരോ ഇതായിട്ടാണ് കേട്ടോ. ഇവർക്കെല്ലാം ഒരേപോലെയാണ് എടുക്കുന്നത്. ഇപ്പം ഡ്രസ്സായാലും ഓർണമെൻറ്റ്സ് ആയാലും ഈ പൂക്കൾ പോലും നമ്മൾ ഒരേപോലെയാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാം ഒരു സ്ഥലത്തുനിന്ന് രാവിലെ തന്നെയാണ് സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. നമ്മളതിന് ഒരു ഒബ്ജക്ഷനും ഇല്ലാതെ നമ്മളത് എടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ എല്ലാം നല്ല ബെസ്റ്റായിരിക്കും. നമുക്ക് കാണുമ്പോൾ അയ്യോ ഇത് തമ്മിൽ ചേരുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇട്ട് വരുമ്പോഴത്തേക്കിന് പെർഫെക്ഷൻ ആയിരിക്കും. ഞങ്ങൾ ഗുരുവായൂരത്തേക്ക് വേറൊരു ഡ്രസ്സ്, ലാവൻഡർ ഡ്രസ്സുണ്ട്. അത് ഇതുപോലെയാണ്. നമുക്ക് ആദ്യമേ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ കണ്ടപ്പോൾ ഇത് ഇത്രമാത്രം കൊള്ളായിരിക്കും എന്ന് തോന്നിയെങ്കിലും പക്ഷേ തയ്ച്ച് വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും വേദി നടന്നുകൊണ്ടിരിക്കുന്നത് വെങ്കടാചലപതിയുടെ ഐറ്റം തന്നെയാണ് കേട്ടോ. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഡാൻസാണ്. പക്ഷേ ആ പാട്ടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു വലിയ സംഭവം നമ്മുടെ മുമ്പിൽ കിടന്ന് കറങ്ങുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ആ വീഡിയോ പാട്ടോട് കൂടി അപ്ലോഡ് ചെയ്യാത്തത്. ലൈവ് ആയിട്ട് തന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ എന്ത് ചെയ്യാനാണ്, നടക്കത്തില്ല കേട്ടോ. എന്താണ്ട് ഈ ബോൾ എറിയുന്നത് ആച്ചുവാണ് കേട്ടോ. ബോൾ എറിഞ്ഞ് കളിക്കുന്നത് ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണത് കാണാനായിട്ട്. ഇതിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഫോണിലൂടെ എത്രമാത്രം എനിക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നില്ല. കാര്യം എൻ്റെ ഫോണിന് അത്ര ക്ലാരിറ്റി ഇല്ല കേട്ടോ. വേറെ നല്ല ഇച്ചിരി കൂടിയ ഫോണിലൊക്കെ എടുത്തേക്ക് നല്ല ക്ലാരിറ്റിയിൽ ഓരോരുത്തരുടെയും ഫേസൊക്കെ കണ്ട് അവരുടെ എക്സ്പ്രഷനും ഒക്കെ കണ്ടിട്ട് ഇത് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ പാവപ്പെട്ടവരുടെ ഫോണിങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ഇവരുടെ ഒരു ഗ്യാങ്ങാണ് കേട്ടോ ഇത്. ഇതിലുള്ളവരുടെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വൈദേഹി, വൈഷ്ണവി, ഹരിപ്രിയ, ആത്മിക, അക്ഷിത, രുദ്ര, ഇവരിത്രയും പേരാണ് ഈ ഐറ്റത്തിലുള്ളത്. ഇതിനകത്ത് ഒരു കുട്ടിയും കൂടെ ഉണ്ട്. ഒരു അഭിനന്ദി എന്ന് പറഞ്ഞ കുട്ടി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടി നമ്മുടെ കോട്ടയം പ്രോഗ്രാമിന് എത്തിയില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഒരു ഗ്യാപ്പ് നമുക്ക് അതിലൂടെ അറിയാൻ സാധിക്കും. കാര്യം ഇവരുടെ ഒരു ഒരാളുടെ കുറവ് നമുക്കതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. മുരുകൻ കളിച്ച കുട്ടികൾ മാത്രം പഠിപ്പിച്ച ഒരു ഐറ്റമാണ് ഈ വെങ്കടാചലപതി എന്ന് പറയുന്നത്. മഹാബലി എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. അതിലെനിക്ക് തോന്നുന്നു 10 കുട്ടികളോളം ഉണ്ട്. അപ്പോൾ അതിനകത്ത് 10 കുട്ടികളുണ്ട് ഇതിനകത്ത്. പക്ഷേ 7 പേര് മാത്രമേ ഉള്ളൂ. ഇവരെ മാത്രമായിട്ട് പഠിപ്പിച്ച ഒരു ഐറ്റമായിരുന്നു. പക്ഷെ നല്ലൊരു ഐറ്റമായിരുന്നു. ഒരുപാട് ആളുകൾ നല്ല കയ്യടി. ഇപ്പോൾ ഈ ഒരു ഐറ്റമൊക്കെ തുടങ്ങിയപ്പോഴത്തേന് ആളുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. പക്ഷേ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇവർക്ക് നല്ല എനർജി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഡാൻസിനൊക്കെ നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടത് നല്ലൊരു എനർജി ലെവലാണ്. പട്ടിണി കിടന്നിട്ടായാലും എത്ര ഉറക്കച്ചവടുണ്ടെങ്കിലും ഇവർ ഈ ഡാൻസിൽ ഈ സ്റ്റേജിൽ തട്ടേ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും കേട്ടോ.
അതിനൊക്കെ നമ്മളിവരെ സമ്മതിക്കണം. ഞാനത് സൂം ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. നമ്മളെ മാത്രം ഒന്ന് സൂം ചെയ്യാൻ നോക്കുകയാണ്, പക്ഷെ നടക്കുന്നില്ല. ക്ലാരിറ്റി കുറയുന്നു സൂം ചെയ്യുമ്പോഴത്തേക്കിന്, ബ്ലറായി പോകുന്നതുകൊണ്ട് പിന്നെ ഞാനത് ആ ഒരു ഉദ്യമം അങ്ങ് അവസാനിപ്പിച്ചു. എന്നാലും കുറച്ച് ഭാഗമൊക്കെ സൂം ചെയ്തിരുന്നുണ്ട്. രുദ്രയെ കാണണമെന്ന് ഒരുപാട് പേര് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത്. പക്ഷെ പാട്ടോട് കൂടി ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നേനെ. എന്തായാലും ഞങ്ങളുടെ പ്രോഗ്രാമുകൾ അവസാനിക്കുന്നില്ല. ഞങ്ങൾക്കിനി തിരുവനന്തപുരത്തും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ട്. മാർച്ച് 4 തൊട്ട് ഇനിയിപ്പോൾ ഈ ഒരു മാസം ഇനിയിപ്പോൾ പ്രോഗ്രാമുകളുടെ ഡേറ്റൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഡാൻസൊക്കെ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ കുട്ടികളുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ മൈരോ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ എല്ലാ ഡാൻസുകളും ഞാൻ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്ന. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് വീഡിയോ മാത്രം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്നതിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങൾ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വീഡിയോയുടെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടതെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.